നമസ്കാരം. ഓ ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ത്രയശീതിതമ സർഗഃ 83-ാം സർഗം. 83-ാം സർഗത്തിലെ 1 തുടങ്ങി 10 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം, പാരായണം ചെയ്യാം. തതസമുദ്ധിതകല്യം ആസ്തായസ്യന്ത്യനോത്തമം പ്രയയൗ ഭരതശീഘ്രം രാമദർശനകാമ്യയാ. അഗ്രതപ്രയയുസ്തസ്യ സർവേ മന്ത്രിപുരോഹിതാഃ അധിരുഹ്യഹയൈര്യുക്താൻ രഥാൻ സൂര്യരഥോപമാൻ. നവനാഗസഹസ്രാണി കൽപ്പിതാനി യഥാവിധി അന്വയുർഭരതം യാന്തം ഇക്ഷ്വാകുകുലനന്ദനം. ഷഷ്ഠീരഥസഹസ്രാണി ധന്യിനോ വിവിധായുധാഃ അന്യയുർഭരതം യാന്തം രാജപുത്രം യശസ്വിനം. ശതം സഹസ്രാണ്യശ്വാനാം സമാരൂഢാനി രാഘവം അന്വയുർഭരതം യാന്തം രാജപുത്രം യശസ്വിനിം. കൈകേയീ ച സുമിത്രാ ച കൗസല്യാ ച യശസ്വിനി രാമാനയനസന്തുഷ്ടാ യയുർയാനേന ഭാസ്വതാ. പ്രയാതാശ്ചര്യസംഘാതാ രാമം ദൃഷ്ടും സലക്ഷ്മണം തസ്യൈവ ച കഥാചിത്രാ കുർവാണാ ഹൃഷ്ടമാനസാഃ. മേഘശ്യാമം മഹാബാഹും സ്ഥിരസത്വം ദൃഢവ്രതം കഥാ ദ്രക്ഷ്യാമഹേ രാമം ജഗതഃ ശോകനാശനം. ദൃഷ്ടയേവ ഹി ന ശോകം അപനേഷ്യതി രാഘവ തമഃ സർവസ്യ ലോകസ്യ സമുദ്യന്നിവ ഭാസ്കരം. ഇത്യേവം കഥയന്തസ്തേ സംപ്രഹൃഷ്ടാ കഥാശുഭാഃ പരിഷ്വജാനാച്ഛാന്യോന്യം യയുർനാഗരികസ്തദാ. ത്രയശീതിതമ സർഗ 83-ാം സർഗത്തിലെ 1 തുടങ്ങി 10 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ഓരോ ശ്ലോകത്തിൻ്റെയും ഏകദേശമായ അർത്ഥമൊന്ന് ചിന്തിക്കാം. 83-ാം സർഗത്തിലെ 1-ാമത്തെ ശ്ലോകം. തതസമുദ്ധിതകല്യം ആസ്തായസ്യന്ത്യനോത്തമം പ്രയയൗ ഭരതശീഘ്രം രാമദർശനകാമ്യയാ. 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ശ്രീരാമദർശനകാംക്ഷയോടെ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് ഉത്തമരഥത്തിൽ കയറി ഭരതൻ വേഗം പുറപ്പെട്ടു.
ശ്ലോകം 2. അഗ്രതപ്രയയുസ്തസ്യ സർവേ മന്ത്രിപുരോഹിതാഃ അധിരുഹ്യഹയൈര്യുക്താൻ രഥാൻ സൂര്യരഥോപമാൻ. രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: മന്ത്രിമാരും പുരോഹിതന്മാരും കുതിരകളെ പൂട്ടിയ സൂര്യരഥതുല്യങ്ങളായ രഥങ്ങളിലേറി മുൻപിൽ ഗമിച്ചു. ശ്ലോകം 3. നവനാഗസഹസ്രാണി കൽപ്പിതാനി യഥാവിധി അന്വയുർഭരതം യാന്തം ഇക്ഷ്വാകുകുലനന്ദനം. ശ്ലോകം 3ൻ്റെ അർത്ഥം: യഥാവിധി 9,000 ആനകൾ ഇക്ഷ്വാകുകുലത്തിലെ രാജകുമാരനായ ഭരതനെ അനുഗമിച്ചു. ശ്ലോകം 4. ഷഷ്ടീരഥസഹസ്രാണി ധന്വിനോ വിവിധായുധാഃ അന്യയുർഭരതം യാന്തം രാജപുത്രം യശസ്വിനം. ശ്ലോകം 4ൻ്റെ അർത്ഥം: 60,000 തേരുകളും വിവിധ ആയുധധാരികളായ വില്ലാളികളും യാത്ര ചെയ്യുന്നവനായ ഭരതനെ അനുഗമിച്ചു. ശ്ലോകം 5. ശതം സഹസ്രാണ്യശ്വാനാം സമാരൂഢാനി രാഘവം അന്വയുർഭരതം യാന്തം രാജപുത്രം യശസ്വിനം. 5ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഭടന്മാർ ആരോഹണം ചെയ്ത 100,000 കുതിരകൾ സത്യസന്ധനും ജിതേന്ദ്രിയനുമായ രഘുകുമാരനെ അനുഗമിച്ചു. ശ്ലോകം 6. കൈകേയീ ച സുമിത്രാ ച കൗസല്യാ ച യശസ്വിനി രാമാ നയനസന്തുഷ്ട യയുർയാനേന ഭാസ്വത. ശ്ലോകം 6ൻ്റെ അർത്ഥം: കൈകേയിയും സുമിത്രയും യശസ്വിനിയുമായ കൗസല്യയും രാമനെ ആനയിക്കുന്നതിൽ സന്തുഷ്ടരായി ഭാസ്വര രഥങ്ങളിൽ കയറി പുറപ്പെട്ടു. ശ്ലോകം 7. പ്രയാതാശ്ചര്യസംഘാത രാമം ദൃഷ്ടും സലക്ഷ്മണം തസ്യൈവ കഥാചിത്ര കുർവാണാഹൃഷ്ടമാനസാഃ. ശ്ലോകം 7ൻ്റെ അർത്ഥം: ആര്യന്മാരായ ജനങ്ങളുടെ സംഘങ്ങളും ലക്ഷ്മണനെയും രാമനെയും സന്ദർശിക്കുന്നതിൽ ആനന്ദം പൂണ്ടവരായി രാമനെപ്പറ്റി ഇപ്രകാരം പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്തു. ശ്ലോകം 8. മേഘശ്യാമം മഹാബാഹും സ്ഥിരസത്വം ദൃഢവ്രതം കഥാ ദ്രക്ഷ്യാമഹേ രാമം ജഗതശോകനാശനം. ശ്ലോകം 8ൻ്റെ അർത്ഥം: ജഗത്തിൻ്റെ ശോകം മാറ്റുന്നവനും മേഘശ്യാമനും മഹാബാഹുവും സ്ഥിരസത്വനും ദൃഢവ്രതനുമായ രാമനെ എപ്പോഴാണ് കാണാൻ കഴിയുക? സകല ലോകങ്ങളുടെയും ഇരുട്ടകറ്റുന്ന സൂര്യനെ പോലെ രാമൻ നമ്മുടെ ശോകത്തെ നമ്മെ കാണുന്നതോടെ അകറ്റുമല്ലോ. ശ്ലോകം 9. ദൃഷ്ട്വയേവ ഹിനശോകം അപനേഷ്യതി രാഘവ തമഃ സർവസ്യ ലോകസ്യ സമുദ്യന്നിവ ഭാസ്കരം. ഇപ്രകാരം ആനന്ദത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന അവർ അന്യോന്യം ആലിംഗനം ചെയ്ത് യാത്ര ചെയ്തു. ശ്ലോകം 10. ഇത്യേവം കഥയന്തസ്തേ സംപ്രഹൃഷ്ടാ കഥാശുഭാഃ പരിഷ്വജാനാച്ഛാന്യോന്യം യയുർനാഗരികാസ്തദാ. ശ്ലോകം 10ൻ്റെ അർത്ഥം: വൈദികന്മാരും മന്ത്രിമാരുമെല്ലാം രാമനെ തന്നെ നനച്ചുകൊണ്ട് യാത്ര ചെയ്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.